നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സന്ധ്യാവാറായി. വൈകുന്നേരത്തെ പരിപാടികൾ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ചപ്പാത്തി കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ചപ്പാത്തിക്ക് ഗോതമ്പ് മാവ് എടുത്തിട്ട്, അതായത് ആട്ടപ്പൊടി എടുത്തിട്ട് കുറച്ച് ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ. അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉള്ളൂ കേട്ടോ, ഉണ്ടാക്കണുള്ളൂ. ചോറുണ്ട് കുറച്ച്. അപ്പം ചപ്പാത്തിക്ക് ഇതാ ആട്ട എടുത്തു, ആട്ടപ്പൊടി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കണത് കേട്ടോ. നല്ല ചൂടുണ്ട് ഇതിന്. അപ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചൂട് ഒരുവിധം തൊടാറാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കേട്ടോ. യെസ്, ചൂട് കുറവുണ്ട്. വെള്ളം അധികമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും പൊടി ഇട്ടിട്ട് അതിനെ ശരിയാക്കാം കേട്ടോ. ഇത്തിരി വെള്ളം കൂടുതലാണ്, അപ്പോൾ ലേശം പൊടിയും കൂടിയും ചേർത്ത് നമുക്കൊന്ന് അതിനെ ഒന്ന് ശരിയാക്കണ്ടേ. ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഒക്കെ ഇഷ്ടമാണ്, പൊറോട്ട. പക്ഷെ ഞാൻ പൊറോട്ട ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശീലമില്ല. ചെറുതായിട്ട് ലൂസായിരിക്കണം കേട്ടോ മാവ്. അധികം ഇങ്ങനെ കട്ടി വരാൻ പാടില്ല. കട്ടി വരുമ്പോൾ ചപ്പാത്തിക്കും ഭയങ്കര കട്ടിയായിരിക്കും. അപ്പം മാവ് ഇത്തിരി ലൂസായിട്ട് വേണം കുഴക്കണമെങ്കിൽ. ഇപ്പോൾ ഒരുവിധം ഇത് ലൂസാണ്. ഇനി ലേശം വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് കുഴക്കാം. കുറച്ച് വെളിച്ചെണ്ണ, നല്ല മയം കിട്ടും വെളിച്ചെണ്ണ ചേർത്തിട്ട്. ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ തന്നെ നല്ല മയമാണ്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു മെഷീനൊക്കെ ഉണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾ വാങ്ങിയിട്ടോ. ഗോപനും ഞാനും കൂടിയിട്ട് ഒരു ദിവസം തൃശ്ശൂർ പോയപ്പോൾ ഹോം പ്ലസിൽ കയറിയപ്പോൾ അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തന്നു. അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ 6 മാസമെങ്കിലും ആയിട്ടുണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുഴച്ച് മയമൊക്കെ വരുത്തി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ഞാൻ നോക്കിയിട്ട് ശരിയാവണില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനെത്ര കഷ്ടപ്പെടണത്? ഇതിങ്ങനെ ഉരുട്ടണ വരെ നമ്മൾ ചെയ്യണം. പിന്നെ ഒന്നിങ്ങനെ പരത്തണ പണിയാണോ അത്ര പാടുള്ള പണി? ഒരിക്കലും അല്ല. മാത്രമല്ല എനിക്കത് ശരിയായില്ല കേട്ടോ. നന്നായിട്ട് കുഴച്ചു കണ്ടു. ബെസ്റ്റ് കുഴയാണല്ലോ ഏറ്റവും പ്രധാനം. ചൂടുള്ള വെള്ളം ഒഴിച്ചു, കുഴച്ചു, നന്നായിട്ട് മയം വരുത്തി, ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചു ഞാൻ. ഇനിയിപ്പോൾ പണി കഴിഞ്ഞു. ലേശം വെളിച്ചെണ്ണ അതിന് മുകളിലത് പുരട്ടിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. എന്താ അധികമൊന്നും വേണ്ട, മൊത്തം ഒന്നിങ്ങനെ പുരട്ടി. ഇനി നമുക്കത് ഇങ്ങനെ എടുത്ത് കുറച്ചായിട്ട് ഉരുട്ടാം കേട്ടോ. തൽക്കാലം ഞാൻ ഇത് അടച്ചു വയ്ക്കട്ടെ കേട്ടോ. ഈ പാത്രം കൊണ്ട് ഇതാ ഇങ്ങനെ കമഴ്ത്തി അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് നേരം റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ 3 സവാളയും ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചപ്പാത്തിക്ക് കറിക്ക്. ആകെ ഉണ്ടാക്കുന്ന ചപ്പാത്തി 6 കേട്ടോ. അപ്പോൾ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തീ കത്തിക്കാം. പാത്രം വെച്ചു, ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്കിതിനെ നുറുക്കാം കേട്ടോ. ചെറുതാക്കി കനം കുറച്ചിട്ട് വേണം നമ്മളിങ്ങനെ നുറുക്കാനായിട്ട്. വളരെ കനം കുറയ്ക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. നമുക്കിനി അതിലേക്ക് ചൂടായിട്ട് ഇപ്പോൾ ആ നുറുക്കിയ നേരം കൊണ്ട് ഇത് ചൂടായി. ഒട്ടും സമയം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ സവാളയിലേക്ക് ഒരു പച്ചമുളകാണ് ഇടണം കേട്ടോ. പച്ചമുളക് എരിവ് ഇഷ്ടമില്ലാത്ത ഒരു മുളക് ഇടേണ്ട. ഞാൻ എൻ്റെ സുന്ദരിക്കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ അന്ന് മുളക് ഇല്ലാണ്ട് ഉണ്ടാക്കുക. അമ്മൂമ്മേ എനിക്ക് മുളക് വേണ്ട കേട്ടോ എന്ന് പറയുള്ളൂ. ഇനി ഞാൻ ഒരു മുളക് ഇട്ടു. ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സവാള ഇടാം. പച്ചമുളക് ഇടും. കുറച്ച് കറിവേപ്പില ഇടാം. ഇളക്കാം. അതിലേക്ക് ഈ തക്കാളി കൂടി ഒന്ന് നുറുക്കി വെക്കാം കേട്ടോ. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ. കഴുകി
വെച്ചിട്ടുണ്ടാണ്. അതിൻ്റെ ഈ ഞെട്ടിയുടെ ഭാഗം ഒന്ന് ചെത്തിക്കളയാം. അതും ഇതുപോലെ വളരെ കനം കുറച്ചതാ ഇങ്ങനെ ഇതിൽ നമുക്ക് ആദ്യം ഇത്തിരി ഉപ്പിടാം കേട്ടോ. വേഗം വഴന്ന് കിട്ടാൻ നല്ലതാണ് ഉപ്പ്. ഞാൻ ഇട്ടേക്കണത് റോക്ക് സോൾട്ടാണ്. റിക്കേനെ ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിൽ തക്കാളി ഇടാം കേട്ടോ. ഞാനിങ്ങനെ സൈഡ് ചെറുതായിട്ട് കണ്ടോ, ഒരു തക്കാളിയാണത് ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അടച്ചു വയ്ക്കാം. തീ ചുരുക്കിയിടണം. ഞാൻ സിമ്മിലാക്കിയിട്ടു കേട്ടോ. കുറച്ച് തീ മതി, പതുക്കെ വെന്താൽ മതി. തുറന്ന് നോക്കാം. ഇനി ഞാൻ മുളക് ഇടുന്നില്ല, പച്ചമുളക് ഇട്ടണ്ടല്ലോ, അത് മതി. ഈ കുട്ടികളാണ് എങ്കിൽ, എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് ഇടില്ലേ ഞാൻ കേട്ടോ. ഇത്ര തന്നെ ചെയ്യുള്ളൂ. ഇത്തിരി മസാലപ്പൊടി ഇടാം. ഗരം മസാല ഒരു കഷ്ടി 1 ടീസ്പൂൺ ഇടാം, ഒരു ടേസ്റ്റിന്. അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ആയെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം നമുക്ക്. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഓഫാക്കാം. അപ്പം അതിൻ്റെ ഉള്ളിലിരുന്ന് അത് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിതിൻ്റെ ഉരുളകളാക്കാം കേട്ടോ. ഏഴെണ്ണമുണ്ട്. 3 എണ്ണം. ചെറുതാണെങ്കിൽ നമുക്കതിനെ 6 ആക്കാം കേട്ടോ. ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോഴേ വലിപ്പം കുറവാണെങ്കിൽ 6 എണ്ണം കഴിക്കാം. അങ്ങനെ കുഴക്കലും ഉരുട്ടലും കഴിഞ്ഞു. 7 നമ്പർ കേട്ടോ. തീ കത്തിച്ചു. ഇത് ചൂടാവട്ടെ. വെള്ളമൊക്കെ ഉണ്ട്, വറ്റണം. ചൂടായിട്ടുണ്ട്. ഇട്ടിട്ടല്ലേ ഉള്ളൂ. രണ്ടാമത്തെ എടുത്തിട്ട് അതാ ഇവിടെ ഒന്നിങ്ങനെ. എല്ലാവർക്കും അറിയാൻ ചപ്പാത്തി ഉണ്ടാക്കാനിട്ടാ. ഞാൻ ഈ കേരളീയനായിട്ടുള്ള ഞാൻ ചപ്പാത്തിയുടെ ABCD അറിയാത്ത ഞാനാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. എൻ്റെ ചപ്പാത്തി ഇങ്ങനെ. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. പക്ഷെ ഞാനിങ്ങനെയാണ് കാലങ്ങളായിട്ട് ഉണ്ടാക്കണത്. ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി എണ്ണയൊക്കെ കുറച്ചും കൂടി ചേർത്ത് ഉണ്ടാക്കട്ടാ.
ഞങ്ങളുടെ രാജൻ്റെ അനിയനുണ്ടല്ലോ ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കും. അത് കണ്ടിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയില്ല. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ മടക്കി 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 ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ എണ്ണ ഒഴിക്കും. അവന് എണ്ണ അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ആയിട്ടുണ്ട്. ഇതായി കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യൊക്കെ പുരട്ടാം. കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ആദ്യം നെയ്യ് പുരട്ടാറുണ്ട്. കുട്ടികളില്ലെങ്കിൽ നെയ്യില്ല, ഇവിടെ വയ്ക്കാം. അടുത്തതിടാം. ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഗോപൻ്റെ കൂടെ ഞങ്ങൾ ഗോപനും വനും ഒക്കെ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ രാജേട്ടനൊക്കെ അവിടെ പോയി താമസിക്കിടക്കെ കുറച്ച് ദിവസമൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ 4-5 മണിയൊക്കെ ആകുമ്പോൾ 4-4:30 5 ആകുമ്പോൾ പുറത്തേക്ക് പോകും നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്ലാറ്റാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നടന്നൊക്കെ വരുമ്പോൾ. അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നല്ല നല്ല വാസന വരും കേട്ടോ. നല്ല മസാല മണം വരും. അതായത് പ്രത്യേകതരം മണമാണ്. നമ്മുടെ ഇവിടുത്തെ മണമൊന്നുമല്ല അത്. പ്രത്യേകതരം മസാലയുടെ മണമൊക്കെ ഉണ്ട്. അതായത് എല്ലാവരുടെ വീട്ടിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ. ആ സമയത്ത് വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി എല്ലാ വീട്ടിൽ നിന്നും മണം വരും. ആ ഫ്ലാറ്റിലത്തെ എല്ലാ വീടുകളിൽ നിന്നും മണം വരും. അപ്പം ഞങ്ങളും വന്ന് വീട്ടിനുള്ളിൽ കയറും. അപ്പോൾ അനു അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടാവും. അനുവിൻ്റെ വക ചപ്പാത്തി അടുത്തെടുത്തു. അങ്ങനെ അനു നല്ല സ്പീഡിൽ ചപ്പാത്തി ഉണ്ടാക്കും, നല്ല കറി ഉണ്ടാക്കും. ഞങ്ങളങ്ങനെ പഠിച്ചു കൂട്ടാ. ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേ അരിക്ക് ക്ഷാമം വന്നത്. അരിക്ക് ക്ഷാമം വന്നപ്പോൾ അവിടെ പറയും വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാം, അത് നിങ്ങൾ കഴിക്കണം എന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഈശ്വരാ എങ്ങനെ ചപ്പാത്തി കഴിക്കുക? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടില്ല. ഗോതമ്പിൻ്റെ കഴിച്ചിട്ടില്ല. ഏകാദശിയൊക്കെ വരുമ്പോൾ ഗോതമ്പല്ല കഴിക്കുക. ഏകാദശിക്ക് ചാമരിയൊക്കെയാണ് കഴിക്കുക. തിരുവാതിര ഏകാദശിയൊക്കെ വരുമ്പോൾ ചാമരിയാണ് വയ്ക്കുക ഞങ്ങൾ. അല്ല ഗോതമ്പരിയൊന്നല്ല വയ്ക്കുക. ഗോതമ്പ് കിട്ടണമെങ്കിൽ കാശ് കൊടുത്തൊക്കെ മേടിക്കണ്ടേ? അതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ചാമ പുല്ല് സാധനങ്ങളൊക്കെയാണ്. നെല്ല് പുല്ല് ചാമ ഒക്കെയാണ്. അപ്പോൾ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ അതുണ്ടാക്കി അതിന് പ്രത്യേക ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ പിന്നെ ചേമ്പോണ്ട് കറി അങ്ങനെ പലതരം പരിപ്പ് കറി ഇതൊക്കെ ഉണ്ടാക്കുക ചെയ്യുക. ഭയങ്കര വിഷമമാണ്. ഏതാണ്ട് വലിയൊരു സങ്കടമായിരുന്നു ആ ചപ്പാത്തി കഴിക്കാമെന്ന് പറഞ്ഞാൽ. വൈകുന്നേരം ആകുമ്പോൾ സങ്കടം വരും. ചോറില്ലല്ലോ ദൈവമേ എന്നാലോചിച്ചിട്ട്. അങ്ങനത്തെ നമ്മൾ ഇപ്പം 3 നേരവും ഗോതമ്പ കഴിച്ചു തുടങ്ങണം കഴിക്കണേ കേട്ടോ. ഞാനില്ല കേട്ടോ, എന്നാലും കഴിക്കണം എന്നൊക്കെ പറയണേ. അങ്ങനെയാണ് ആദ്യമായിട്ട് ചപ്പാത്തി കഴിച്ചതെന്ന് പറയുകയാണേ. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആദ്യം എന്തോ ഓർമ്മ വരുമെന്നറിയോ? പണ്ട് ഞങ്ങൾ പപ്പടം വാങ്ങാൻ പോകും കേട്ടോ. പണ്ടാരത്തിയുടെ വീട്ടിലേക്ക് പപ്പടം വാങ്ങാൻ പോകും. അമ്മ പറയും നീ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പപ്പടം വാങ്ങിച്ചോണമെന്നോളൂ എന്ന് പറയും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ് അവരുടെ വീട്, പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ അവിടെ പോയി നിൽക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ പപ്പടം ഉണ്ടാക്കാനുള്ള ഉഴുന്നിങ്ങനെ പിട്ടിടിക്കാന്ന് പറയില്ല. ഇങ്ങനെ ഇടിക്കുന്നുണ്ടാവും ഒരാൾ അവിടെ ഇങ്ങനെ. പിന്നെ കഷ്ണാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇടിച്ചത് പരത്തി നമ്മൾ ചപ്പാത്തി പരത്താനുള്ള ഉണ്ടല്ല ചതുര കഷ്ണാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അവരിത് ഇങ്ങനെ പരത്തും. ഇതേപോലെ പരത്തുക. ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ പരത്തുമ്പോൾ ശരിക്കും റൗണ്ടായിട്ട് കിട്ടും. അതുകൊണ്ട് മുറ്റത്തെ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കും ഉണങ്ങാനായിട്ട്. അപ്പം അത് മറച്ചിടും. അത് കഴിഞ്ഞ് പപ്പടം റെഡിയായി. അപ്പം നമുക്ക് പപ്പടം തരും. അങ്ങനെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് അവരുണ്ടാക്കുന്നത്. കഴിഞ്ഞു. നോക്കൂ ചപ്പാത്തി കണ്ടാ, സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ, നല്ല ചപ്പാത്തിയാണ്. അതാ ഓരോന്നും ഇതിലിങ്ങനെ ആക്കി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാസറോളിലിട്ട് അടച്ച് വെച്ചാലുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. കഴിക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ എന്ന് എനിക്ക് അനുവാണ് പറഞ്ഞു തന്നെ സൂത്രം കേട്ടോ.